തുറമുഖം ധാതുസമ്പത്ത് മേഖലകളിൽ സുപ്രധാന പ്രഖ്യാപനങ്ങളാണ് കന്നി ബജറ്റിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തിയത്. കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്താൻ ലക്ഷ്യമിട്ട് മിഷൻ സമുദ്ര പദ്ധതി പ്രഖ്യാപിച്ചു. ധാതു തുറമുഖ സമ്പത്ത് ഏകോപിപ്പിച്ച് സദേൺ കേരള എക്കണോമിക് കോറിഡോർ ബജറ്റിൽ പ്രഖ്യാപിച്ചിട്ടുണ്ട്. കോഴിക്കോടും തിരുവനന്തപുരത്തും ലൈറ്റ് മെട്രോ നടപ്പാക്കും എന്നാണ് ബജറ്റിലെ ഉറപ്പ്. കേരളത്തിന്റെ 600 കിലോമീറ്റർ തീരദേശം, 2 അന്താരാഷ്ട്ര തുറമുഖങ്ങൾ, ഒരു കണ്ടെയ്നർ ട്രാൻസിറ്റ്മെന്റ് ടെർമിനൽ, 17 നോൺ മേജർ തുറമുഖങ്ങൾ, മറ്റനേകം ജലസ്രോതസ്സുകൾ തുടങ്ങിയ സാധ്യതകൾ സംയോജിപ്പിച്ച് 5 വർഷത്തിനുള്ളിൽ കേരളത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയായി ഉയർത്തുന്നതിനുള്ള പദ്ധതിയായ മിഷൻ സമുദ്ര നടപ്പിലാക്കും. കേരളത്തിന്റെ തീരദേശവും അന്താരാഷ്ട്ര തുറമുഖങ്ങളും സംയോജിപ്പിച്ച് സംസ്ഥാനത്തെ ലോക മാരിടൈം ഭൂപടത്തിൽ വൻ ശക്തിയാക്കി മാറ്റുകയാണ് മിഷൻ സമുദ്രയുടെ ലക്ഷ്യം. കേരളത്തെ പോർട്ട് സിറ്റിയായി വിഭാവനം ചെയ്തുള്ള പദ്ധതികൾ കൊണ്ടുവരും. റോഡ്, റെയിൽ, ജലപാതകൾ വഴി ഗതാഗത സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. 400 കോടി രൂപ ഇതിനായി വകയിരുത്തി. വിഴിഞ്ഞത്തെ രാജ്യത്തെ ആദ്യ മദർഷിപ്പായി ഉയർത്തുന്നതിനൊപ്പം കപ്പൽ നിർമ്മാണ കേന്ദ്രം സ്ഥാപിക്കാനും പദ്ധതിയുണ്ട്. അന്തർദേശീയ മാരിടൈം മ്യൂസിയം സ്ഥാപിക്കുമെന്നും ധനകാര്യമന്ത്രി വി ഡി സതീശൻ ബജറ്റിൽ പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിലെ ധാതു തുറമുഖ സമ്പത്ത് ഏകോപിപ്പിച്ച് സതേൺ കേരള സാമ്പത്തിക ഇടനാഴിയും ബജറ്റിൽ പ്രഖ്യാപിച്ചു. ലോജിസ്റ്റിക്സ്, സാങ്കേതികവിദ്യ, ഉൽപാദനം, ഗവേഷണം, പ്രകൃതി വിഭവങ്ങൾ എന്നിവയെ ഒരൊറ്റ വികസന ചട്ടക്കൂടിലേക്ക് ബന്ധിപ്പിക്കുന്നതിലൂടെ ഈ ദക്ഷിണ കേരള സാമ്പത്തിക ഇടനാഴി ശക്തമായ ഒരു സമ്മിശ്ര സമ്പദ് വ്യവസ്ഥ സൃഷ്ടിക്കുകയും സ്വകാര്യ നിക്ഷേപം ആകർഷിക്കുകയും ഭാവിയിൽ കേരളത്തിൻ്റെ തന്നെ തന്ത്രപ്രധാനവും സമുദ്രബന്ധിതവുമായ വികസന മേഖലകളിൽ മുൻനിര സ്ഥാനത്ത് എത്തിക്കുന്നതിനും ഇത് സഹായകമാവും. തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് വി ഡി സതീശൻ. സർ, തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ അടിസ്ഥാന സൗകര്യ വികസനത്തിൽ ഈ 2 നഗരങ്ങളിലും മുൻപന്തിയിലെത്തിക്കുന്നതിന് കാലാകാലങ്ങളിലായി വിവിധ സർക്കാരുകൾ വാഗ്ദാനം ചെയ്യുകയും എന്നാൽ ഇതുവരെ നടപ്പിലാക്കാൻ സാധിക്കാതെ വന്നതുമായ തിരുവനന്തപുരം, കോഴിക്കോട് ലൈറ്റ് മെട്രോ പദ്ധതികൾ ഈ സർക്കാർ നടപ്പാക്കും. ഈ പദ്ധതിയുടെ പ്രാരംഭ പ്രവർത്തനങ്ങൾക്കായി 20 കോടി രൂപ വകയിരുത്തുന്നു. 4 അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളെ കേന്ദ്രീകരിച്ച് കേരളത്തെ ദക്ഷിണേന്ത്യയിലെ പ്രധാന ഏവിയേഷൻ ലോജിസ്റ്റിക്സ് ഹബ്ബായി വികസിപ്പിക്കുന്നതിനുള്ള വിവിധ പദ്ധതികൾ ആവിഷ്കരിക്കും. കൊച്ചി വിമാനത്താവളത്തിന് സമീപം ഗ്ലോബൽ കൺവെൻഷൻ സെന്റർ സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപനമുണ്ട്. 24 തിരുവനന്തപുരം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.